ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ കുറച്ച് ദിവസം എക്സാമിൻ്റെ തിരക്കായതുകൊണ്ട് ഞാൻ എൻ്റെ സെൽഫ് കെയർ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്ന് മൊത്തം ഫേഷ്യൽ ലെയേഴ്സ് റിമൂവ് ചെയ്യുക. അപ്പോൾ ഒന്ന് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുക, പോഴ്സൊക്കെ ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ഹെയർ ഒന്ന് ഹീറ്റ്ലെസ് ഹെയർ കെയർ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ കയ്യിലത്തെ രോമങ്ങൾ അത്യാവശ്യം മുളച്ചിട്ടുണ്ട്, അതൊക്കെ റിമൂവ് ചെയ്യലാണ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോയാലോ. ആദ്യം തന്നെ നമ്മൾ ഹീറ്റ്ലെസ് ഹെയർ കെയർ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഞാൻ ക്രഞ്ചീസാണ് യൂസ് ചെയ്യുന്നതിന്. അതുപോലെ തന്നെ ഇത് പച്ചവെള്ളമാണ്, അതാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ രണ്ടെണ്ണം പാർട്ടീഷനായിട്ട് വയ്ക്കുക. എന്നിട്ട് ഒരു പോർഷൻ ചെയ്തതിന് ശേഷം അടുത്ത പോർഷൻ, അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മൊത്തം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കൈ നല്ല പോലെ കിടക്കുന്നുണ്ട്. എന്നിട്ട് നിർത്തി, എന്നിട്ട് കുറച്ച് എൻ്റെ വീണ്ടും ഞാൻ ചെയ്തു. ആ പോർഷൻ ഇതിലുണ്ട്. അപ്പോൾ ആദ്യം തന്നെ 2 പോർഷനായിട്ട് ഞാനിങ്ങനെ പാർട്ടീഷൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ചെറിയ പോർഷൻ എടുത്തു, അതിൽ നിന്ന് ചെറിയ പോർഷൻ എടുത്താൽ അതിനുശേഷം ആ ചെറിയ പോർഷൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വെള്ളം ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് റൂട്ടിൻ്റെ അവിടേക്ക് ആവരുത് കേട്ടോ. കാരണം റൂട്ടിൻ്റെ അവിടേക്ക് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം കാരണം നിങ്ങൾക്ക് ജലദോഷം വരാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കൂടി നമ്മുടെ ലെങ്ത്ത് എത്ര ഉണ്ടോ ആ ലെങ്ത്തിൻ്റെ പോർഷനിൽ മാത്രം നല്ലതുപോലെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ചുരുട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ആദ്യം ഒന്നും ചെയ്തില്ല, പിന്നെ ബാക്കിയുള്ളതൊക്കെ ചുരുട്ടി കിട്ടാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ എങ്ങനെയാണ് ചെയ്യണം അതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈസിലി ആയിട്ട് സംഭവം ചെയ്യാൻ പറ്റും. എന്നിട്ട് ബണ്ണിൻ്റെ ഈ പോർഷൻ യൂസ് ചെയ്തിട്ട് മറ്റേ പോർഷൻ്റെ ഉള്ളിലോട്ട് കണക്ട് ചെയ്തിടാം. അപ്പോൾ അത് അഴിഞ്ഞു പോവാതിരിക്കും. കണ്ട ഇതുപോലെ അവൻ്റെ ലുക്ക് കാണാം. അപ്പോൾ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പതുക്കെ ഓരോന്നായും ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് കൈ ഭയങ്കര ഇതിൽ കടച്ചപ്പോൾ ഞാൻ ചെയ്തു, ആ ബാക്കൊന്ന് ചെയ്തില്ല. അപ്പോൾ ഞാൻ മടിച്ചേട്ടാ അവിടെ ഇരുന്നു കേട്ടോ. സീരിയസ്ലി നല്ല മടി വന്നു. അപ്പോൾ അതുകൊണ്ട് കൂടി ബാക്കിയൊക്കെ ചെയ്തില്ല. അവർ 2 പോർഷൻ കുറച്ച് ലെങ്ത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ആ പോർഷൻ എൻ്റെ ഒരു 2 ആളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മൊത്തത്തിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളാകുമ്പോൾ കുറച്ച് പാടാണ് ടെക്നിക്കലി ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചെങ്കിലും ചെയ്തിരിക്കുന്നു ഗൈസ്. ഇനി നമുക്ക് അടിച്ച് ഇനി മൂക്കിൻ്റെ ഭാഗത്താണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ഇത് മുടി വരുന്നുണ്ട്. അപ്പോൾ ആ പോർഷൻ ഒന്ന് മാറാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു നോസ്ട്രിപ്പാണ് യൂസ് ചെയ്യുന്നത്. ഡോക്ടർ ഷർട്ടിൻ്റെ ആണെങ്കിൽ നല്ല കമ്പനിയാട്ടാ. അപ്പോൾ അത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. അതെങ്ങനെ യൂസ് ചെയ്യുന്നതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അന്നേരം നോസ് വൃത്തിയാക്കാം. നോസിന് ജസ്റ്റ് ഒരു ടിഷ്യൂ യൂസ് ചെയ്തുകൊണ്ട് നല്ലപോലെ തുടയ്ക്കുക. ആ പോർഷനിൽ ഡേർട്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നോസ് അങ്ങനെ വൃത്തിയാക്കുക. അപ്പോൾ നോസ് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അടുത്ത് ചെയ്യാൻ കണ്ടെങ്കിൽ ഫേഷ്യലൈസ് കാണിച്ചു കേട്ടോ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ അതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സാധനം ഒന്ന് പൊളിക്കുക. പൊളിച്ച ശേഷം ഉള്ളിൽ കളർ നീല കളറായിട്ടുണ്ടാവുക. ചാർക്കോളിൻ്റെ ആണെങ്കിൽ ബ്ലാക്കും, അതുപോലെ തന്നെ ഇങ്ങനത്തെ വേറെ ഇതിൻ്റെ ആണെങ്കിൽ അത് കളറും ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ അതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇതെടുക്കണം. കൈമ വെള്ളമാണെങ്കിൽ അത് ഒട്ടുണ്ട കൈമ, അപ്പോൾ അതുകൊണ്ട് കൈമ വെള്ളമാവാനേ പാടില്ല. എന്നിട്ട് നല്ലതുപോലെ അത് പീൽ ചെയ്തെടുക്കുക. അപ്പോൾ ഈസിലി പീലബിൾ ആട്ടാം. പക്ഷെ നമ്മുടെ കൈമ വെള്ളം ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഒട്ടും. അതിന് ശേഷം ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ഞാൻ നോസിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് വെച്ചു. അപ്പോൾ അതിങ്ങനെ ഇരിക്കണം. എന്നിട്ട് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ മേലെ വെള്ളം ഒഴിക്കണം. കാരണം വെള്ളം ഒഴിക്കുന്നത് വേറെ ഒന്നിനുമല്ല, ആ പോർഷൻ മൊത്തത്തിൽ നല്ലപോലെ ഒട്ടണം. ഉള്ളിലത്തെ പോഴ്സ് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടല്ലേ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പോഴ്സിന് ഉള്ളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പോർഷനൊക്കെ നീല കളറാവുന്നുണ്ട് കേട്ടോ. അതാണ് കാണുന്നത് മൊത്തം നീലയോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയാം, നമ്മുടെ ഈ നോസിൻ്റെ ഈ എഡ്ജ് പോർഷനിലൊക്കെ ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിൽ നല്ലതുപോലെ ഒട്ടി കൊടുക്കുക. അപ്പോൾ ഇതാ ലാസ്റ്റ് ഫൈനലാകുമ്പോൾ ഇങ്ങനെ ഒരു ലുക്ക് കാണും. അപ്പോൾ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാണ്ട്, വെള്ളം കൂടി വെച്ചിട്ടൊരു കുഴപ്പമുണ്ടാകാൻ പോകില്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പോർഷനിലൊക്കെ ജസ്റ്റ് വെള്ളം ആയതുകൊണ്ട് ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇതിൽ ഇൻസ്ട്രക്ഷനിൽ കണ്ടു 50 to 10 minutes വരെ പിടിക്കണം. അപ്പോൾ മാത്രം ഉണങ്ങണം. അപ്പോൾ നല്ലതുപോലെ ഹാർഡായി വരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അപ്പോൾ ഒരു 5-10 മിനിറ്റ് ശേഷം എന്താ ഇത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് ഇതുണ്ട് ഭയങ്കര ഹാർഡായി കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി ബാക്കി എക്സ്ട്രാ കൂടി ചെയ്തു കൂട്ടാം. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ബാഗ് യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാ സാധനവും ഉള്ളിലോട്ട് ആക്കിക്കണം. കാരണം ചിലപ്പോൾ എന്തെങ്കിലും അഴിഞ്ഞു പോയാലോ പണിയാൻ വിചാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചപ്പോൾ സെറ്റായിട്ട് അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 10 to 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ സാധനം നമുക്കൊന്ന് യൂസ് ചെയ്യാം. നല്ലപോലെ ഹാർഡായിട്ടുണ്ട് കേട്ടോ. ഞാനത് പീൽ ചെയ്ത് കളയുമ്പോൾ നല്ലപോലെ ബ്ലാക്ക് ഹെഡ്സിലൊക്കെ നല്ല വേദനിക്കുന്നുണ്ട്. എനിക്ക് ചെറുതായിട്ട് വേദനിച്ചു, മുഖമൊക്കെ എന്തോരൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ നല്ല ഹെയർസൊക്കെ പോകുന്നു കേട്ടോ. മൂക്കിലൊരു തരി പോലും മുടിയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഒക്കെ ഹെയർസ് പോകുന്നു. ചെറിയ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടായിരുന്നു, അതും റിമൂവ് ആയി കഴിഞ്ഞു കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയാം താടിയുടെ അവിടെ നമുക്ക് വൈറ്റ് ഹെഡ്സ് ഉണ്ട്. അത് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഒരു പിടിയില്ല കേട്ടോ. അത് മാത്രമേ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എൻ്റെ മുടി സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്.
അതിന് ശേഷം ഞാൻ ചാർക്കോൾ മാസ്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഹാർഡായി കഴിഞ്ഞു. ഇനി അത് നമുക്ക് പീൽ ചെയ്ത് കളയാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ പോർഷൻ എടുക്കാണ്ട് ചെയ്യണ്ട. ഈ പോർഷനൊക്കെ മുടുക്ക പോയി, ബാക്കി എടുക്കുമ്പോൾ നല്ല വേദനയുണ്ട്. ബട്ട് വി ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ പതുക്കെ എടുക്കും. നല്ല വേദന ഉണ്ട്, കാരണം അവിടെയൊക്കെ മുടിയുണ്ട്. കുറച്ച് ദിവസമായി ഹെയർസൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട്. അതിൻ്റെ ഫേഷ്യൽ ഹെയർസ് അത്യാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ റിമൂവ് മെഷീനുള്ള ജീവൻ പോണ പോലെ തോന്നിയത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് റിമൂവ് ചെയ്തിരിക്കും. അപ്പോൾ ഈ നോസിൻ്റെ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഹെയർസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് പതുക്കെ ഞാനത് റിമൂവ് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഈ നമ്മുടെ ഈ കവളുടെ പോർഷനൊന്നും പെട്ടെന്ന് ഉണങ്ങില്ല കേട്ടോ. അതുകൊണ്ട് ചിലതൊന്നും ഉണങ്ങിയിട്ടില്ല, പക്ഷേ ബാക്കിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇത് കുറേ നേരം പിടിച്ചിരുന്നു, 1 മണിക്കൂറൊക്കെ ആയിട്ട് അത്യാവശ്യം പിടിച്ചിരുന്നു. ഞാൻ പതുക്കെ കണ്ടേ ഇതവിടെ ഒട്ടി പിടിച്ചു വേണം. അപ്പോൾ ഉണങ്ങിയിട്ടില്ല. എന്നിട്ട് പതുക്കെ ഒറ്റ വലിച്ചു കൂട്ടാ. അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് പോകുന്നു കൂട്ടാ. എന്നിട്ട് ബാക്കി ആ ഭാഗത്തൊക്കെ കുറച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് കൂടി ഞാൻ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ടൊക്കെ അത് എടുത്തു വിട്ടു. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകത എന്ന് പറയുന്നല്ല, നമ്മുടെ ഫേഷ്യൽ ലെയേഴ്സ് ഓൾമോസ്റ്റ് കുറൊക്കെ നമുക്കത് പറഞ്ഞു കിട്ടും. അങ്ങനെ നമ്മൾ ആ പോർഷനൊക്കെ വൃത്തിയാക്കി കളഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യണം, കാരണം ഇപ്പോൾ ചില പോർഷനിൽ കാണാൻ ചെറുതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കൊണ്ടുപോയി കളഞ്ഞു മീൻസ് നല്ലപോലെ തുടച്ചുകൊണ്ട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, നിങ്ങൾ സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് ഞാൻ തുടച്ച് കളഞ്ഞു. ഫേസ് കണ്ട മൊത്തം ക്ലീൻ ആയ പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം ചെറുതായിട്ട് ഫേഷ്യൽ ലെയേഴ്സ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫേഷ്യൽ ലെയേഴ്സ് റിമൂവ് അത്യാവശ്യം മുടി പോയിട്ടുണ്ട് കേട്ടോ. കാണുന്നു വിചാരിക്കുന്നു, കാരണം ബ്ലാക്കിൻ്റെ മേലെ ബ്ലാക്ക് ആകുമ്പോൾ പ്രത്യേകിച്ച് കുറേ ഒന്നും കാണില്ല, പക്ഷേ എനിക്ക് കാണാൻ പറ്റില്ല, അത്യാവശ്യം പോയിട്ടുണ്ട് കേട്ടത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും കാണിച്ചു തരാണ്. നോസിൻ്റെ ഭാഗത്ത് അത്യാവശ്യം പോയിട്ടുണ്ട് വീണ്ടും. അപ്പോൾ അത്രയും മുടിയുണ്ട്, കാരണം കുറച്ച് ദിവസമായി കുറേ ദിവസമായി ചെയ്യാതെ നിന്നിട്ട്. അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ എന്നെ കണക്ട് അതായത് ഫേഷ്യൽ ലെയേഴ്സ് ഇത് വെച്ച് റിമൂവ് ചെയ്യാൻ ഈ സംഭവം ഞാൻ മുന്നേ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഈ മെഷീൻ പറ്റിയിട്ട്. അപ്പോൾ നല്ല മെഷീനാട്ടാ, ബാറ്ററി മാത്രം ചേഞ്ച് ചെയ്യുന്ന ആവശ്യമില്ല, പ്രത്യേകിച്ച് ചാർജബിൾ അല്ല. പതുക്കെ ഞാൻ ചെയ്യുന്ന ഫേഷ്യൽ ലെയേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേഷ്യൽ ലെയേഴ്സ് വരുന്ന ഓപ്പോസിറ്റ് പോർഷനിൽ വേണം നമ്മളിത് യൂസ് ചെയ്യാൻ. അതാണ് ചെയ്യേണ്ടത്. ചില ആൾക്കാർ ഓപ്പോസിറ്റ് അല്ലാത്ത പോർഷൻ ചെയ്യുമ്പോഴാണ് ഈ കുരുവൊക്കെ വരുന്നത്. ഈ റേസറിങ് ആണ് ശരിക്കും ചെയ്യാറ്, പക്ഷേ റേസറിങ് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഈ പേര് ചെയ്തിട്ടുണ്ട്, കാരണം എൻ്റെ ഫ്രണ്ട് ചെയ്തിട്ട് അവൾ മൊത്തം കുരു വന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയും പേര് ചെയ്തിട്ട് ഞാൻ വെച്ച് ഫേഷ്യൽ ലെയേഴ്സ് റിമൂവ് ഇങ്ങനത്തെ മെഷീൻ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അധികം കുഴപ്പമില്ല, നമ്മുടെ ഇത് ഡെഡ് സ്കിൻസൊക്കെ പോകും. പിന്നെ ആ കുരു പൊട്ടിക്കാൻ നോക്കിയതാട്ടോ, പക്ഷെ വർക്കായില്ല കേട്ടോ. ഈ കുരു ഭയങ്കര ഇതാവുണ്ട്, എന്താ അറിയില്ല, കുറച്ച് സൈഡൊക്കെ എണ്ണ മെഴുക്ക് കഴിക്കുന്നുണ്ട്, കുരു വരുന്നുണ്ട്. അപ്പോൾ പതുക്കെ റിമൂവ് ചെയ്യാൻ കണ്ട അത്യാവശ്യം ഹെയർസ് ഒന്നും കണ്ട. അതാണ് നമ്മൾ കാണാൻ പറ്റാത്ത അത്ര ഹെയർസ് നമ്മുടെ സ്കിന്നുമുണ്ട് ഫേഷ്യൽ ലെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറുതായി കുറേ ഒന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ ചെയ്തിട്ടും, പക്ഷേ ഓൾമോസ്റ്റ് പോയി. എന്നൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ ബേസ് വൃത്തിയാവണമെങ്കിൽ ഫേഷ്യൽ ലെയേഴ്സ് റിമൂവ് ചെയ്ത് കാണണം. അതാണ് മെയിൻലി ചെയ്യേണ്ടത്. സ്കിൻ കെയർ ചെയ്യുമ്പോൾ മോർ എഫിഷ്യൻസി വേണമെങ്കിൽ നിങ്ങൾ ഫേഷ്യൽ ലെയേഴ്സ് റിമൂവ് ചെയ്യണം. ഫേഷ്യൽ ലെയേഴ്സ് റിമൂവ് ചെയ്തതിന് ആ പോർഷൻ കുറച്ച് കളറും, അതുപോലെ തന്നെ ഫേഷ്യൽ ലെയേഴ്സ് റിമൂവ് ചെയ്ത പോർഷൻ ചെറുതായിട്ട് ഡൾനെസ്സും ഫീൽ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആയി ബാലൻസ് ആയിട്ട് വരും. അപ്പോൾ ഞാൻ പതുക്കെ ജസ്റ്റ് ഒന്ന് വലിച്ചിടാണ്. പിന്നെ നഖം കണ്ട അത്യാവശ്യം വലുതായിട്ട് ഞാൻ അതൊന്ന് ഷേപ്പ് ചെയ്യണം. അതിൽ കാണിക്കുന്നില്ല, കാരണം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് താടിയുടെ പോർഷനിലൊക്കെ ചെയ്തു. അതുപോലെ ഐബ്രോസിൻ്റെ നടുക്ക് പോർഷനിലേക്ക് ചെറുതായിട്ട് ഇത് വരുന്നുണ്ട്. അപ്പോൾ ആ പോർഷനൊന്ന് വൃത്തിയാക്കി നെറ്റിയുടെ പോർഷൻ ചെറുതായിട്ടൊന്ന് കവറപ്പ് ചെയ്തെടുത്തു. നെറ്റിയുടെ പോർഷനിൽ വരുന്ന അത്യാവശ്യം കിട്ടും, എന്ന് വെച്ചാൽ കവളത്തിനെക്കാട്ടും നെറ്റിയും വരുന്നത്, പക്ഷെ പെട്ടെന്ന് അറിയില്ല. അത്രയും ടൈനി ആയിട്ടുള്ള ഹെയർസാണ് വരുന്നത്. അപ്പോൾ ചെറുതായി ചെയ്തു വിട്ടാൽ, കാരണം എനിക്ക് ഷേപ്പ് ചെയ്യാൻ അറിയില്ല പിരികൊന്നും. അപ്പോൾ അതുകൊണ്ട് പിരികൊന്നും ഷേപ്പ് ചെയ്യണില്ല, ജസ്റ്റ് ആ പോർഷൻ ചെയ്തു. കാരണം പോർഷൻ ഷേപ്പ് ചെയ്തിട്ട് പിരികത്തിൻ്റെ വാല് കട്ടായിപ്പോയി. പിന്നെ ഇപ്പോഴാണ് വളർന്നത്, അതുകൊണ്ട് കൂടി പിരിക്കും ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള പോർഷൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം നിങ്ങളത് ചെയ്യാൻ, അപ്പോൾ മാത്രം അതിൻ്റേതായ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റ് അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങളുടെ സ്കിന്നിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്, ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്, സോ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഞാൻ ചെയ്തതിന് ശേഷം കണ്ട ഫേസ് നല്ലപോലെ ക്ലീനായി. എന്ന് വെച്ചാൽ ഞാൻ ഡെർമാടെ പുതിയതായിട്ടുള്ള ഈ ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഈ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ചെയ്ത് കഴിഞ്ഞു, നല്ലതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം നല്ല പതൊക്കെ വന്നു. അതിനുശേഷം ഞാനിത് ബീട്രൂട്ട് വെള്ളം വെച്ചിട്ടുള്ള ഒരു ഐസ് ക്യൂബാണ്. അപ്പോൾ ഐസ് റോളോം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, കാരണം എനിക്ക് അവിടെ ഇല്ല. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ ട്രെൻഡാണ് ജോ ലൈൻസ് ഡീറ്റെയിൽ ആയി കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ടെങ്കിൽ പ്രയത്നമാണ്, വർക്കാവുമെന്ന് അറിയില്ല. അപ്പോൾ നോക്കി നോക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ ഫേസ് മൊത്തത്തിൽ റോൾ ചെയ്ത് കളയുന്നുണ്ട്, കാരണം ഐസ് ചെയ്ത് കളയണം, കാരണം മുടിയൊക്കെ പോയതല്ലേ. അപ്പോൾ ആ പോർഷൻ ജസ്റ്റ് ഒന്ന് തരിപ്പിക്കാമെന്ന് പറയും,
അങ്ങനെ ഐസ് വെച്ച് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ പോർഷൻ നല്ലതുപോലെ ക്ലീൻ ആയിട്ടും വരും. അതുപോലെ തന്നെ ഐസ് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇതിൽ സൊള്ളിങ് എന്ന് പറയുമ്പോൾ മുഖം വീർമത കുറയാൻ ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾ രാവിലെ തന്നെ എണീച്ചാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം നല്ലതുപോലെ ടൈറ്റിലാവും. അതാണ് ഹെൽപ്ഫുള്ളാവുന്നത് ഈ ഐസ് വെച്ച്. അപ്പോൾ നല്ലതുപോലെ റോൾ ചെയ്യുന്നുണ്ട്, കാരണം ഹെയറൊക്കെ റിമൂവ് ചെയ്തല്ലേ. അപ്പോൾ ആ പോർഷനൊന്ന് ജസ്റ്റ് ഒന്ന് കാമാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു. അപ്പോൾ അതിന് ശേഷം കണ്ട ഫേസ് നോക്ക് അത്യാവശ്യം ക്ലീൻ ആയിട്ട് വന്നു കേട്ടോ. ഫേഷ്യൽ ഹെയർസൊക്കെ റിമൂവ് ചെയ്തപ്പോൾ നിങ്ങൾക്കിപ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അതിൻ്റേതായ മാറ്റങ്ങൾ. അത് തുണി വെച്ച് ജസ്റ്റ് ഒന്ന് ഒപ്പാണ് ചെയ്യുന്നത്. എന്നിട്ട് ടിഷ്യൂ വെച്ചിട്ട് ജസ്റ്റ് 2 ടിഷ്യൂ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ടിഷ്യൂ വെച്ചിട്ട് ജസ്റ്റ് മൊത്തത്തിൽ ഒന്ന് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കോമളായിട്ടുണ്ട് എനിക്ക് തന്നെ വീഡിയോ ഈ സാധനം. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. അടുത്ത് ഇതേപോലെ തന്നെ ചെയ്തു 2 വട്ടം ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ളത് തന്നെ കുറേ നമ്മൾ ഈ ടവൽ വെച്ചിട്ടൊന്നും മുഖം ഇങ്ങനെ വൈപ്പ് ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് ടിഷ്യൂ വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യും. എന്നിട്ട് എടുത്തു. അപ്പോൾ ഓൾമോസ്റ്റ് പോയി കിട്ടി. എന്നാലും കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ തുണി വെച്ച് ജസ്റ്റ് ഒപ്പിയ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഫേഷ്യൽ ഹെയർസും ബാക്കി എല്ലാത്തിൻ്റെയും മുടിയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോയി. അതിനുശേഷം ഞാൻ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മോയ്സ്ചറൈസർ ന്യൂട്രോജൻസ് അല്ലേ അതിൻ്റെ പേര് സത്യമായിട്ട് മറന്നു കേട്ടോ. നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് ആ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ ജസ്റ്റ് മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്തു കേട്ടോ കുറച്ച്. എന്നിട്ട് ഫേസ് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഫേസ് മസാജ് ചെയ്യുക, നെക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നറിയാം ഇവിടെ എനിക്ക് ഈ സംഭവം ഈ എക്സസൈസ് ഞാൻ ഫോളോ ചെയ്തതാണ് കേട്ടോ. നമ്മൾ ജോ ലൈൻസ് ഡീറ്റെയിൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഗേൾസ് എക്സസൈസാണ്. ഗേൾസ് ചെയ്യുന്നുണ്ട്. ബോയ്സ് ആണെങ്കിൽ മറ്റേ വേറെ എന്തോ ഒരു സാധനം വായിൽ ഇങ്ങനെ കടിച്ചിട്ടൊരു സംഭവമുണ്ട്, അത് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അതിനുശേഷം ഫേസ് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുന്നത് വേറെ നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടും അപ്പോൾ തന്നെ ഫേസ് നല്ലതുപോലെ നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടും കൂടി എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് ഫേഷ്യൽ എക്സസൈസ് എന്നാണ് പറയുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫേസ് നല്ലതുപോലെ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ കളറും വരും. കാരണം ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ ആ പോർഷൻ ക്ലീൻ ആവും. അപ്പോൾ മൊത്തത്തിലൊന്നാക്കി അതിന് ശേഷം ഞാൻ ചുണ്ടും ജസ്റ്റ് ഒന്ന് വെച്ചാൽ ചുണ്ടിൽ ലിപ് ബാം ഇട്ടില്ല, അപ്പോൾ അതിന് മോയ്സ്ചറൈസർ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഫേഷ്യൽ ഹെയർസ് ഒട്ടുമിക്ക പോയി, പക്ഷെ കുറേ ഒന്നും പോയിണ്ടാവില്ല, പക്ഷേ പോയി. കണ്ണിൻ്റെ ഭാഗത്ത് കുറച്ചുണ്ടായിരുന്നു ഫേഷ്യൽ ഹെയർസ്, പക്ഷെ ഇനി വയ്യ റിമൂവ് ചെയ്യാം. ഞാൻ അതിനുശേഷം എൻ്റെ കൈമത്തെ ഹെയർസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വേറെ നോഡ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ കൈമത്തെ ഹെയർസ് റിമൂവ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഈ ഫേസ് വാഷ് യൂസ് ചെയ്താണ്. ഡെർമയുടെ ഫേസ് വാഷ് കണ്ട അതിൻ്റെ ഭയങ്കര ഒരു ജെല്ലി ടെക്സ്ചറാണ്. അത് പെട്ടെന്ന് ഒഴുക്കുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഞാനത് വൃത്തിയാക്കിയും കളഞ്ഞു. ശേഷം നിവ്യയുടെ ഞാൻ ഇത് പുതിയത് വാങ്ങിയതാട്ടാ. ഈ സാധനം വെച്ചെന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ ഫോർ ബോഡി. അത് വെച്ചിട്ട് ബോഡിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ബോഡി കൈമ ഇപ്പോൾ വാഷിങ് ക്ലീൻ ആക്കിയില്ലേ ആ പോർഷൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഹെയർസൊക്കെ റിമൂവ് ആയി കഴിഞ്ഞാൽ ഒരു മോയ്സ്ചറൈസർ എന്തായാലും ഇടണം, അല്ലെങ്കിൽ നമ്മുടെ ആ പോർഷൻ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. മോയ്സ്ചറൈസർ ഇടുമ്പോൾ ഒരു ബാരിയർ ആയിട്ടത് ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്ന് കൈമ കഴിഞ്ഞു. അപ്പോൾ ഇതെൻ്റെ ഫേസും കഴിഞ്ഞു, അതുപോലെ തന്നെ സെൽഫായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. കൈമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു, കൈമത്തെ ഹെയർ റിമൂവ് ചെയ്ത്. ഇനി നമുക്ക് നമ്മുടെ ഈ സംഭവം അടിക്കാം. വർക്കാവില്ലെന്നൊരു പിടിയില്ല, പക്ഷെ നമ്മൾ അടിക്കാം. കാരണം ലുക്ക് ഉണ്ടല്ലോ എന്നെ കാണാൻ എനിക്ക് തോന്നി. രസമുണ്ട് കേട്ടോ. മറ്റേ ഏതോ ഒരാളെ ഓർമ്മ വരുന്നത് എനിക്കിത് വാങ്ങണത്. നിങ്ങൾക്ക് ആരും ഓർമ്മ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ഇടണേ. അപ്പോൾ അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. ഇത് റിമൂവ് ചെയ്യാൻ പാടാട്ടോ. നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ അധികം ഒന്നും എഡിറ്റ് ചെയ്യാതെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ എന്തോ വർക്കായി വിചാരിച്ചു. ആഫ്റ്റർ സംഭവം ഇത് കിട്ടിയതിന് ശേഷം ഒരെണ്ണം അയച്ചപ്പോൾ തന്നെ എനിക്ക് കണ്ട് മുഖഭാവം മാറിയത് വേറൊന്നുമല്ല, കെട്ടുപിടിഞ്ഞ് വിചാരിച്ചു. പക്ഷെ നോക്കിയേ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ്. ഞാൻ ചെയ്യുന്നതൊന്നും വർക്കാവാറില്ല, പക്ഷെ എന്ത് വർക്കായി നല്ല ഭംഗിയായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഫ്രണ്ട് പോർഷൻ. എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രണ്ട് പോർഷൻ നല്ല ചുരുണ്ടെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ളത് അതേപോലെ തന്നെ ഞാൻ ചെയ്തു കൂട്ടാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി അയക്കുമ്പോൾ മോളെ എന്ത് ഭംഗിയാണെന്ന് അറിയാം. കാരണം നമ്മുടെ ഹെയർ നല്ലൊരു സ്പ്രിങ്ങായിട്ട് വരാം. ഒരുപാട് സ്പ്രിങ് അല്ല, പക്ഷെ കുറച്ചും കൂടി ഉണങ്ങാണ്ടാകുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് കാണിക്കാൻ ധൃതി വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് എടുത്ത് എന്തോ എക്സൈറ്റ്മെൻറ്റ് എന്തൊക്കെ എനിക്ക് തോന്നി. ഭയങ്കര ക്യൂട്ട്നെസ് ആയിട്ട് തോന്നി എനിക്കിട്ടാ. ബാക്കിയുള്ളതും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ബാക്കിയുള്ളത് അടിക്കുകയാണ്. അയക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല കോൺസെൻട്രേഷൻ വേണം, മുടി ചടപിടിക്കാൻ ചാൻസ് ഉണ്ട്. അത്രയും കോൺസെൻട്രേഷനോടെ വേണം നിങ്ങളാക്കാൻ. ഞാൻ എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല, അത്യാവശ്യം ഒന്നും നല്ല ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ നമ്മൾ കോൺസെൻട്രേറ്റോടെ വേണം ഇതാക്കാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്തു അത്യാവശ്യം നല്ലപോലെ വീണ്ടും കെട്ടായി, വീണ്ടും ആക്കണം, വീണ്ടും കെട്ടായി, കെട്ടാവാ വീണ്ടും ആക്കാം.
കണ്ടപ്പോൾ ആ പോർഷനൊക്കെ നല്ലപോലെ സ്പ്രിങ് ആയിട്ട് വന്നില്ല, ഒരുപാട് സ്പ്രിങ് ആയിട്ടില്ല, പക്ഷേ നല്ലൊരു ഇത് വന്നു. ഹീറ്റ്ലെസ്സിന് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ഹീറ്റ്ലെസ്സിന് കാരണം കുറേ സ്പ്രിങ് ആവണമെങ്കിൽ അത്രത്തോളം ചുറ്റണം നമ്മൾ. അതൊന്നും ചെറിയതായിട്ട് എടുക്കണം, ചെറിയ മുടി എടുക്കണം, അങ്ങനെയാണ് എടുക്കാൻ. സെറ്റ് ഓഫ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ പതുക്കെ ആ ഒരു പോർഷൻ, കാരണം ചില പോർഷനൊക്കെ ഒരുപാട് വലുതായിട്ട് എടുത്തേക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറുതായിട്ട് വേണമെങ്കിൽ നിങ്ങൾ എടുക്കണ പാർട്ടീഷൻ അത്രയും ചെറുതാവണം. അപ്പോൾ കണ്ട ആ ഭാഗമൊക്കെ നല്ല സ്പ്രിങ് ആയിട്ട് വന്ന് ഒരുപാട് ഹാപ്പിയായി. ഈ ബാക്കിയുള്ളതും കൂടി ഞാൻ അയക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. കാരണം കണ്ടത് ഇങ്ങനെ അയക്കുക, അപ്പോഴും മനസ്സിലായി ടെക്നിക്ക്, വേറെ ടെക്നിക്ക് യൂസ് പെട്ടെന്ന് തന്നെ കിട്ടി. പക്ഷെ അതായത് വീണ്ടും ചട വന്നാൽ വീണ്ടും നമ്മൾ എടുക്കണം. കാരണം അല്ല, ഏറ്റവും ലാസ്റ്റാണ് എനിക്ക് ചട വരുന്നത്. കാരണം അവിടെ 2 തുമ്പും കൂടി ഒന്നിക്കുക ചെയ്യുക. ഇങ്ങനെയൊക്കെയോ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ മുടി അധികം പോയിട്ടൊന്നുമില്ല കേട്ടോ. അതൊരു ആശ്വാസം. കാരണം എൻ്റെ മുടി പോസിറ്റീവ് പോകുന്നുണ്ട്. കാരണം ഈ ഇത് എക്സാം ആയതുകൊണ്ട് ടെൻഷൻ അടിച്ച് ഭയങ്കര ഡിപ്രഷൻ ആവുകൊണ്ട് അത് കുറച്ച് ഈശൊന്നും മുടി കൊഴിയണമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെന്ത് ചെയ്യണം, മുടി കൊഴിഞ്ഞു വിചാരിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും തലയെടുത്ത് ആക്കിയെടുത്താൽ, കാരണം അത് ഹോർമോൺ ചേഞ്ച് മൂലമാണ് അതൊക്കെ വരുന്നത്. ഈ ബാക്കിയുള്ളതൊക്കെ റിമൂവ് ചെയ്താക്കുക. അപ്പോൾ ഞാൻ കുറച്ചിതാ ഒരു വലിയ സ്റ്റാൻഡ് എടുത്ത പോർഷനൊക്കെ റിമൂവ് ചെയ്ത് ഇനി 3 കൂടി ഉണ്ട്, ഞാൻ അതും കൂടി റിമൂവ് ചെയ്യാണ്. കണ്ട ചിലതൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലതാകുമ്പോൾ അത് ചെയ്യണതിൻ്റെ ഇത് വ്യത്യാസം വരും കേട്ടോ. നമ്മൾ നല്ലപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ കിട്ടും. ഈ പോർഷൻ ചെയ്യുന്നത് കുറച്ച് ഇതായിട്ടാണ്. കാരണം കണ്ട ഈ പോർഷൻ ചെയ്യാനാണ് കുറച്ച് കഷ്ടപ്പെട്ടത്, ഞാൻ ബാക്ക് ആയതുകൊണ്ടേ. പക്ഷേ എന്താ കുഴപ്പമില്ലാതെ സാധനം കിട്ടി. അഴിക്കാൻ കുറച്ച് പാടുണ്ട്, അത് നമുക്ക് നാക്ക് അറിയാത്തതുകൊണ്ടാണ്. നാക്ക് അറിയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ അഴിക്കാൻ പറ്റും. പതുക്കെ ഓരോന്നായിട്ട് ഞാൻ അയച്ചെടുക്കാം കേട്ടോ. ഈ ലാസ്റ്റ് പോർഷൻ ഞാൻ എങ്ങനെ കിട്ടിയെന്ന് ഓർമ്മയില്ല കേട്ടോ. അതുകൊണ്ട് അഴിക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ എങ്ങനെയോ എന്തോ ഒരു ഇതായി കണ്ട് പെട്ടെന്ന് തന്നെ കിട്ടി. അപ്പോൾ ലാസ്റ്റ് 2 കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതും കൂടി അഴിച്ചു. നല്ല സ്പ്രിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതാ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കൂടി ഉണ്ട് ഒരെണ്ണം, അതും കൂടി അഴിക്കാനുള്ള പുറപ്പാടിലാണ് ഞാൻ ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ അതും കൂടി അഴിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു ഗായ്സ്. അപ്പോൾ നമ്മുടെ മുടി കണ്ട പതുക്കെ സ്പ്രിങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സെറ്റിംഗ് സ്പ്രേയും കൂടി അടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നിൽക്കുന്നുണ്ട്. ഇതിൽ പാർട്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, കാരണം ഹീറ്റ് ഒന്ന് യൂസ് ചെയ്ത്. ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ട്, ഞാൻ കണ്ടില്ല, അതും കൂടി ഉണ്ട്. ഒരു വെള്ളയാണ് ഞാൻ ഇട്ടേക്കുന്നത്, അതെങ്ങനെ കിട്ടിയെന്ന് ഓർമ്മയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അത്യാവശ്യത്തിന് കഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഒരു പാർട്ടിക്കാണെങ്കിൽ നിങ്ങൾ ഇത് കുറച്ച് സെറ്റിംഗ് സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നിൽക്കും കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ കെട്ടുമ്പോൾ ഒരിക്കലും നിങ്ങൾ മുടിയിൽ ഉണ്ടക്കെട്ട് കെട്ടരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മുടി പരത്തിടുകയോ അല്ലെങ്കിൽ ചെറിയ ക്ലിപ്പ് വെച്ച് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ മുടി നമ്മുടെ സെറ്റായിട്ട് വന്നു കേട്ടോ. ഞാൻ ചെറുതായിട്ട് ജസ്റ്റ് നമ്മൾ കൈ വെച്ച് തന്നെ ജസ്റ്റ് ഇങ്ങനെ വിർക്കിളി ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ സെറ്റായി. ഇപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു. ടാറ്റാ ബൈ ബൈ, സീ യു.